ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു മാസ കാലയളവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഊഹാപോഹങ്ങൾക്ക് അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വസ്തുത. ആ ഊഹാപോഹങ്ങൾക്കെല്ലാം ആ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ, ഈ അപകടത്തിന് കാരണമായി എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ആസ്ഥാനത്താണ്. കാരണം ഫ്യൂവലിൻ്റെ അഡൾട്രേഷൻ, അതുപോലെ ബേർഡ് ഈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഫ്ലാപ്പിൻ്റെ റോങ് സെറ്റിങ്, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ അപകടത്തിന് കാരണമായി സൂചിപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിന് വിപരീതമായി അന്ന് എല്ലാ ഏവിയേഷൻ വിദഗ്ധന്മാരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്: രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് ആയാൽ മാത്രമേ ഇങ്ങനെ ഒരു അപകടം നടക്കുകയുള്ളൂ എന്നുള്ളത്. അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഇനീഷ്യൽ റിപ്പോർട്ട്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഫ്യൂവൽ സ്വിച്ചിൻ്റെ മാൾഫങ്ഷനെ കുറിച്ചാണ്. അതായത് രണ്ട് സ്വിച്ചുകളും 1 സെക്കൻഡ് ഗ്യാപ്പിൽ എങ്ങനെയാണ് ഓഫ് ചെയ്യപ്പെട്ടത് എന്ന കാര്യം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ നടന്ന റിപ്പോർട്ടിൽ പല ആളുകളും ഇത് പൈലറ്റ് ബോധപൂർവം ഓപ്പറേറ്റ് ചെയ്താണോ എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ചിന്തയോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈ ഫ്യൂവൽ സ്വിച്ച് അത് ഒന്ന് ഓഫായി ഉടനെ 1 സെക്കൻഡിനുള്ളിൽ ആണ് അടുത്ത സ്വിച്ചും ഓഫ് ആകുന്നത്. അപ്പോൾ ഇത് മാനുവലി ഇത് ഓഫാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസമാണ് വിത്ത് എ ലോക്കിംഗ് ഫെസിലിറ്റി. അത് പുള്ള് ചെയ്തിട്ട് വേണം ആ സ്വിച്ച് താഴോട്ട് വലിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സ്വിച്ച് വലിച്ച് വീണ്ടും അടുത്ത ഒരു സ്വിച്ച് വലിക്കുമ്പോൾ ഏകദേശം ഒരു 5 സെക്കൻഡോളം ഡിലേ എന്തായാലും ഉണ്ടാവും. ഞാൻ ഈ പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഈ രണ്ടാമത് ഈ സ്വിച്ച് രണ്ടും ഓഫായി എന്ന് പൈലറ്റ് ആദ്യത്തെ സ്വിച്ച് ഓഫായി അതിന് ശേഷം കറക്റ്റ് 10 സെക്കൻഡിന് ശേഷം അവർ മനസ്സിലാക്കുകയും അവർ രണ്ടാമത് ഈ സ്വിച്ച് അത് ഓൺ പൊസിഷനിലേക്ക് നീക്കുകയും ചെയ്തു. അത് എമർജൻസിയിൽ ചെയ്തൊരു ആക്ഷനാണ്. ആ ആക്ഷൻ ഏകദേശം 6 സെക്കൻഡോളം സമയം എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. 5 സെക്കൻഡോളം എടുത്തിട്ടുണ്ടെന്നാണ് ആ ടൈം ഷെഡ്യൂൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സ്വിച്ച് അങ്ങനെ പ്രവർത്തിക്കാൻ ഓഫാകുന്നതിനും ഏകദേശം 5 സെക്കൻഡെങ്കിലും സമയം എടുക്കും. പക്ഷേ 1 സെക്കൻഡിൽ ആ സ്വിച്ച് അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട്, അങ്ങനെ മാറിപ്പോയതുകൊണ്ട് അത് പൈലറ്റ് ബോധപൂർവം ഓപ്പറേറ്റ് ചെയ്ത അല്ല എന്ന നിഗമനത്തിലേ നമുക്ക് എത്താൻ കഴിയുള്ളൂ. പിന്നെ ഈ ബോയിങ് അടുത്തിടെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ സേഫ്റ്റിയെ സംബന്ധിച്ച് ഒട്ടേറെ ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു വിമാന കമ്പനിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 737 മാക്സ് എയർക്രാഫ്റ്റ്, അതിൻ്റെ ഓട്ടോമാറ്റിക് പിച്ച് കൺട്രോൾ മെക്കാനിസം, ആദ്യം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് ആ പൈലറ്റ് കുറച്ചും കൂടി സമർത്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷേ എത്യോപ്യൻ എയർലൈൻസിൻ്റെ കാര്യത്തിൽ ആ പൈലറ്റ് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ഒരു ക്രാഷിലേക്ക് നയിച്ചു. പക്ഷേ ഈ ആദ്യം ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഒരു അഡ്വൈസറി സർക്കുലർ പോലും ഈ ബോയിങ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടില്ല. സിമിലർലി 2017 ജപ്പാൻ എയർലൈൻസിൻ്റെ ഒരു ഇൻസിഡൻറ്റ്, അത് ഈ ഫ്യൂവൽ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അത് റൺവേയിൽ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നത് ലാൻഡിങ് സമയത്താണോ ടേക്ക് ഓഫ് സമയത്താണ്, റൺവേയിൽ വെച്ചിട്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ സ്വിച്ച് ഓഫായി. അത് ഇൻറ്റൻഷനലായിട്ട് അത് ഓഫായി. ആരും മാനിപ്പുലേറ്റ് ചെയ്തല്ല, സ്വിച്ച് ഓഫായിട്ട് രണ്ടാമതും അത് സ്വിച്ച് ഓൺ പൊസിഷനിലാക്കിയിട്ടും ഫ്യൂവൽ സ്വിച്ചുകൾ വർക്ക് ചെയ്തില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. എയർക്രാഫ്റ്റ് ഗ്രൗണ്ട് ചെയ്യും. ആ ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പണ്ടൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആയിരുന്നു ഈ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ അടുത്ത കാലത്ത് കാണാനില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു വിമാന കമ്പനിയുടെ ശ്രദ്ധയിൽ വന്നാൽ ഉടനെ തന്നെ വിമാന കമ്പനി ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. ഒരു അഡ്വൈസറി സർക്കുലർ എല്ലാ എയർലൈനും, അതായത് തങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിയ എല്ലാ വിമാന കമ്പനികൾക്കും ഒരു അഡ്വൈസറി സർക്കുലർ അയക്കുകയും ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിമാന കമ്പനികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ 2017 നടന്ന ഇൻസിഡൻറ്റിന് ശേഷം FAA ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇറക്കുകയുണ്ട്. അത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് NM18-33 എന്നുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ആ ബുള്ളറ്റിൻ പ്രധാനമായി പറഞ്ഞ കാര്യം, ഇത്തരം ബോയിങ് 737 മുതലായ വിമാനങ്ങൾ, ബോയിങ് കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾക്കെല്ലാം ഈ ഫ്യൂവൽ സ്വിച്ചിൻ്റെ ഘടന ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ
അൺഇൻറ്റൻഷനലായിട്ട് അത് ഫെയിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വിച്ചുകൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ചെയ്യാൻ അത്. പക്ഷേ അത് FAA സർക്കുലർ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ അത് നമുക്കത് ഫോളോ ചെയ്യാൻ ബാധ്യതയില്ല. അത് ഒരുപക്ഷെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രണ്ടാമത് റീഇഷ്യൂ ചെയ്താൽ മാത്രമാണ് വിമാന കമ്പനികൾ അത് ഫോളോ ചെയ്യാനുള്ള ബാധ്യതയുള്ളൂ. ഇവിടെയും അത് എയർ ഇന്ത്യ വിമാന കമ്പനി അത് ആ അഡ്വൈസറി ഫോളോ ചെയ്തിട്ടില്ലെന്ന് അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ ബോയിങ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു തികഞ്ഞ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അഥവാ വളരെ ക്രിട്ടിക്കലായ സേഫ്റ്റി റിലേറ്റഡ് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ഞാൻ അങ്ങിലേക്ക് വരാം. അങ്ങ് അതൊരു ഹ്യൂമൻ എറർ അല്ല എന്ന നിഗമനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.